റിയൽമി വൺ പ്ലസ് ഓപ്പോ ഡിവൈസിലേക്ക് ഇടുന്ന കളർ ഓയിസ് ആണോ അതോ പുതുതായിട്ട് വരുന്ന വിവോ ഫോൺസിലൊക്കെ ഉള്ള ഒറിജിനൽ ഓയിസ് ആണോ ബെറ്റർ? കാരണം നേരത്തെ നോക്കുകയാണെങ്കിൽ വിവോ ഫോൺസിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അതിൽ കൊടുത്തിട്ടുള്ള ഫൺ ടച്ച് ഓയിസ് ആയിരുന്നു. വിവോ IQ ഫോൺസിന്റെ ഒക്കെ സ്പെസിഫിക്കേഷൻ നല്ലതാണെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒട്ടും മോഡേൺ അല്ല, ആനിമേഷൻസ് ഒന്നും അത്ര പോളിഷ്ഡ് ആയിട്ട് ഫീൽ ചെയ്തില്ലായിരുന്നു. പക്ഷെ ഒറിജിനൽ ഓയിസ് ഇന്ത്യയിലേക്ക് വിവോ കൊണ്ടുവന്നപ്പോൾ കിടിലം ചേഞ്ചസ് ആണ് വിവോ വരുത്തിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ആനിമേഷൻ ആണെങ്കിലും UI എക്സ്പീരിയൻസ് ആണെങ്കിലും ലുക്ക് ആൻഡ് ഫീൽ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് വിവോ മാറ്റിയിട്ടുണ്ട്. എന്താണ് നമ്മൾ ഓപ്പോന്റെ കളർ ഓയിസ്, ഓക്സിജൻ ഓയിസ് അല്ലെങ്കിൽ റിയൽമി UI ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഏതാണ് ബെറ്റർ എക്സ്പീരിയൻസ് തരുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ ക്ലിയർ ആക്കി തരാം. പിന്നെ ഞാൻ ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യാം. വീഡിയോ കണ്ടിഷ്ടപ്പെടുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് കൂടെ കൊടുത്തേക്കാം. അപ്പോൾ വിവോ ഫോൺസിന്റെ ലുക്ക് ആൻഡ് ഫീലിനെ പറ്റി പറയാനാണെങ്കിൽ ആപ്പ് ഐക്കണിൽ കാര്യമായ മാറ്റമൊന്നുമില്ല. ഞാൻ അവിടെയൊക്കെ കുറച്ചുകൂടെ ഇംപ്രൂവ്മെന്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫൺ ടച്ച് ഓയിസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആപ്പ് ഐക്കൺസ് ഒക്കെ ഒരുപാട് സിമിലാരിറ്റീസ് അവിടെ എവിടെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ക്വിക്ക് ടോഗിൾസ് ആയാലും സെറ്റിംഗ്സിനകത്തുള്ള ഐക്കൺസ് ആയാലും അവിടെയൊക്കെ വിവോ നല്ല രീതിയിൽ മോഡേൺ ഫീൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ നോക്കുകയാണെങ്കിൽ വളരെ ഒരു പഴഞ്ചൻ ഫീൽ ആയിരുന്നു. ബട്ട് ഇവിടെ നല്ല മോഡേൺ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതേസമയത്ത് കളർ ഓയിസ് അല്ലെങ്കിൽ ഓക്സിജൻ ഓയിസ് അല്ലെങ്കിൽ റിയൽമി UI ഒക്കെ നോക്കുകയാണെങ്കിൽ മൂന്നും നല്ല രീതിയിൽ ആപ്പ് ഐക്കണിന്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ ആപ്പ് ഐക്കൺ ഇഷ്ടമുള്ളത് നമ്മുടെ കളർ ഓയിസിന്റെയും ഓക്സിജൻ ഓയിസിന്റെയാണ്. റിയൽമി UI കുറച്ചുകൂടെ ഒക്കെ എനിക്കൊരു കാർട്ടൂണിഷ് ഫീൽ തന്നിട്ടുണ്ട്. ബട്ട് ഇതൊക്കെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറയുന്ന കാര്യം വളരെ അധികം സബ്ജക്റ്റീവ് ആണ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഓക്സിജൻ ഓയിസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഒറിജിനൽ ഓയിസിന്റെ ഐക്കൺ പാക്കും അല്ലെങ്കിൽ അതിന്റെ ലുക്ക് ഒക്കെ ആയിരിക്കാം. സോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമന്റ്സിലൂടെ മെൻഷൻ ചെയ്യാം. പക്ഷെ ഒരു പ്രോബ്ലം എനിക്ക് ഒറിജിനൽ ഓയിസിൽ ഫീൽ ചെയ്തിട്ടുള്ളത് അതിലുള്ള വിഡ്ജറ്റ്സ് തന്നെയാണ്. വിഡ്ജറ്റ്സ് വളരെ കുറവാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഫൺ ടച്ച് ഓയിസിൽ എങ്ങനെയായിരുന്നു അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇപ്പോഴും കൊണ്ടുവന്നിട്ടുള്ളത്. ബട്ട് നമ്മൾ ചൈനീസ് വെർഷൻ നോക്കുകയാണെങ്കിൽ അതിൽ ഇഷ്ടം പോലെ വിഡ്ജറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിലും കൂടെ കുറച്ചുകൂടെ ഒക്കെ ആഡ് ചെയ്യാമായിരുന്നു. ഇത് വളരെ കുറവാണ്. പ്രത്യേകിച്ച് കളർ ഓയിസ് ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ വിഡ്ജറ്റ്സിന്റെ എമൗണ്ട് നല്ല കുറവ് തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇംപ്രൂവ്മെന്റ് വേണമെന്ന് ആഗ്രഹിച്ച ഒരു ടോപ്പിക്, അതാണ് ആനിമേഷൻസ്. പ്രത്യേകിച്ച് ഫൺ ടച്ച് ഓയിസിന്റെ ആനിമേഷൻസ് വളരെ ഒരു ലാഗി എക്സ്പീരിയൻസ് ആയിരുന്നു, അല്ലെങ്കിൽ സ്മൂത്ത് ആയിരുന്നു ബട്ട് വളരെ അൾട്രാ സ്മൂത്ത് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ലായിരുന്നു. സോ ആ ഒരു പ്രോബ്ലം ഒറിജിനൽ ഓയിസിൽ വിവോ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആനിമേഷൻ അത്യാവശ്യം നല്ല ഫ്ലൂയിഡ് ആണ്, അങ്ങനെ ലാഗോ ഒന്നും ഫീൽ ചെയ്തില്ല. എല്ലാ ഏരിയയിലും ആനിമേഷൻസ് ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം സ്മൂത്ത് എക്സ്പീരിയൻസ് നമുക്കിപ്പോൾ വിവോ ഫോൺസിൽ നിന്നും കിട്ടുന്നുണ്ട്. അതും കുറെ ഫൺ ടച്ച് ഓയിസ് വരുന്ന ഫോൺസ് യൂസ് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാണ് ഇതിന്റെ UI എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഓക്സിജൻ ഓയിസ് അല്ലെങ്കിൽ കളർ ഓയിസിന്റെ ആ ഒരു ലെവൽ സ്മൂത്ത്നെസ് ഇതിനെത്തിയിട്ടില്ല. ആ ഒരു കളർ ഓയിസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ അധികം ഫ്ലൂയിഡ് ആണ്. അതിന്റെ ആപ്പ് ഓപ്പണിംഗ് ക്ലോസിംഗ് ആനിമേഷൻസ് ഒക്കെ ഭയങ്കര ഫ്ലൂയിഡ് ആണ്. ആ ഒരു ഫ്ലൂയിഡിറ്റി എത്തിയിട്ടില്ല, അത് ശരിയാണ്. പക്ഷെ ഒരു റിയൽ ലൈഫ് കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ ആരും തന്നെ നോട്ടീസ് ചെയ്യാൻ പോകുന്നില്ല. എന്റെ കയ്യിൽ കുറെ ഡിവൈസുകൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നുണ്ട്. സോ എനിക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. നിങ്ങൾ ഒരു ഫോൺ ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ഇതിന്റെ UIയുടെ സ്മൂത്ത്നെസിന്റെ ഡിഫറൻസ് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇൻഡെപ്ത് ആയിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഈസിലി പറയാൻ പറ്റുന്നത്. അപ്പൊ നെക്സ്റ്റ് റീസൺ പലരുടെയും ബൈയിങ് ഡിസിഷൻ ആണ്, അതാണ് സ്റ്റെബിലിറ്റി. ഏത് UI ആണ് ഏറ്റവും ബെസ്റ്റ് സ്റ്റെബിലിറ്റി ഓഫർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ഫൺ ടച്ച് ഓയിസ് ഭയങ്കര സ്റ്റേബിൾ ആണ്. അതിപ്പോ ബഡ്ജറ്റ് ഡിവൈസ് എടുത്താലും അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് എടുത്താലും നല്ല സ്റ്റെബിലിറ്റി ഓഫർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് നമ്മുടെ വിവോ ഫോൺസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതെനിക്ക് കളർ ഓയിസിൽ പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. കളർ ഓയിസിന്റെ ബഡ്ജറ്റ് സെഗ്മെന്റ് കിട്ടുന്ന അതേ ഒരു സ്മൂത്ത്നെസ്സും അല്ലെങ്കിൽ അതേ ഒരു സ്റ്റെബിലിറ്റി ആയിരിക്കത്തില്ല ഫ്ലാഗ്ഷിപ്പ് കിട്ടുന്നത്. ബഡ്ജറ്റിലെ ചില ഫോൺസിൽ, പ്രത്യേകിച്ച് റിയൽമി ഫോൺസിലൊക്കെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു പ്രശ്നം കളർ വോയിസിലുണ്ട്. നിങ്ങൾ റിയൽമി ഫോണാണ് പർച്ചേസ് ചെയ്യുന്നത്, അതും ബഡ്ജറ്റിലുള്ള ഒരു ഫോണാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്റ്റെബിലിറ്റി അവിടെ കിട്ടണമെന്നില്ല. ബട്ട് കമ്പാരിറ്റീവ്ലി ഒറിജിനൽ വോയിസ് കുറച്ചുകൂടെയൊക്കെ സ്റ്റേബിൾ ആണ്. ഇത് എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാണ്. സോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ്സിൽ മെൻഷൻ ചെയ്യാം. പിന്നെ ആഡ്സിന്റെ കാര്യം പിന്നെ പറയാതിരിക്കാൻ വയ്യ. ഒറിജിനൽ വോയിസിലും ആഡ്സ് എന്തായാലും കാണും, അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. അത് നമ്മുടെ കളർ വോയിസ് ആണെങ്കിലും റിയൽമി UI ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഓക്സിജൻ വോയിസ് ആണെങ്കിലും ആഡ്സും ബ്ലോട്ട്വെയർ ഒക്കെ ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഏറ്റവും ബ്ലോട്ട്വെയർ കുറവായിട്ടുള്ളത് നമ്മുടെ ഓക്സിജൻ വോയിസിലാണ്. ബ്ലോട്ട്വെയർ ഇല്ലാന്ന് ഞാൻ പറയത്തില്ല, അതിൽ അത്യാവശ്യം നല്ല ബ്ലോട്ട്വെയർ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇതെല്ലാം പ്രൈസ് സെഗ്മെന്റിന് അനുസരിച്ചിരിക്കും. നിങ്ങൾ എപ്പോഴും വിവോന്റെ X300 പോലത്തെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലോട്ട്വെയർ കുറവായിരിക്കും. അതുപോലെ തന്നെയാണ് ഓപ്പോന്റെ ആയാലും വൺ പ്ലസിന്റെ ആയാലും ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ ബ്ലോട്ട്വെയറും ആഡ്സും കുറവാണ്. എന്നാൽ ബഡ്ജറ്റ് സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ ആഡ്സ് കൂടുതൽ കാണാം അല്ലെങ്കിൽ ബ്ലോട്ട്വെയർസ് കൂടുതൽ കാണാം. സോ അതിന്റെ പോസിബിലിറ്റി ഈ എല്ലാ UIയിലും ഉണ്ട്. സോ അതിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾ എത്ര പ്രൈസ് ആണ് ഒരു ഫോണിന് മുടക്കുന്നത്, സോ അതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എടുക്കുകയാണെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് ആയിരിക്കും. അല്ലാതെ ബഡ്ജറ്റ് ഫോൺ എടുക്കുകയാണെങ്കിൽ അവിടെ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് അങ്ങനത്തെ സംഭവം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ വരും. പക്ഷെ നിങ്ങളൊരു റിയൽമി, ഓപ്പോ, വൺ പ്ലസിന്റെ ഒക്കെ ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു വലിയ ബെനിഫിറ്റ് ഉള്ളത് ഇതിലുള്ള ആപ്പ് മാർക്കറ്റ്, ബ്രൗസർ, അതുപോലത്തെ എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. എന്നാൽ ഒറിജിനൽ വോയിസിൽ ആ ഒരു പരിപാടി നടക്കത്തില്ല. ഡിസേബിൾ ചെയ്യാനുള്ള ഒരു വഴിയില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാൻ മാത്രമാണ് ഒറിജിനൽ വോയിസിൽ പറ്റുന്നത്. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ് കളർ വോയിസിന്. പിന്നെ
പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഫോൺ ഇറക്കുന്നുണ്ടെങ്കിൽ അതിൽ AI ഫീച്ചേഴ്സ് ഒരുപാട് വേണമെന്നുള്ളൊരു നിർബന്ധമുണ്ട്. ഒറിജിൻ OSന്റെ AI ഫീച്ചേഴ്സ് അത്യാവശ്യം നല്ലതാണ്. ഇതേ സെയിം AI ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് നമുക്ക് ഓപ്പോയിലും കിട്ടുന്നത്. പക്ഷെ ഓപ്പോ OnePlus ഫോണിൽ ഒരു എക്സ്ട്രാ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അത് വേറൊന്നും അല്ല, അതിൽ നോക്കുകയാണെങ്കിൽ മൈൻഡ് സ്പേസ് കിട്ടും. സോ അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓപ്പോന്റെ ഫ്ലാഗ്ഷിപ്സോ അല്ലെങ്കിൽ OnePlusന്റെ ഡിവൈസ് ഒക്കെ മേടിക്കേണ്ടി വരും. അതും എല്ലാ ഫോണിലൊന്നും ഇവർ കൊടുത്തിട്ടില്ല. അതല്ലാതെ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്. ആ ഒരു ഇമേജ് കട്ടൗട്ടും ജനറേറ്റീവ് ഫില്ലും പിന്നെ മറ്റേ സമ്മറൈസ് ചെയ്യുന്നതും ആ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഈ രണ്ട് ഫോൺസിലും കിട്ടുന്നുണ്ട്. പിന്നെ ഗാലറി ആപ്ലിക്കേഷനകത്തും കുറെ ഫീച്ചേഴ്സ് ഈ ഒരു ഓപ്പോ ആണെങ്കിലും വിവോ ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡീഷണൽ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാപ്റ്റിക് ട്യൂണിംഗ് ഇപ്പോഴും ഓക്സിജൻ വോയിസ് അല്ലെങ്കിൽ കളർ വോയിസിലാണ് ഏറ്റവും പ്രിസൈസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിലും പറയാൻ പറ്റും. ഒറിജിനൽ വോയിസ് നോക്കുകയാണെങ്കിൽ അത്ര സൂപ്പർ ഹാപ്റ്റിക്സ് അല്ല, എന്നാൽ ഒട്ടും മോശമല്ല, അത്യാവശ്യം നല്ല ഹാപ്റ്റിക്സ് തന്നെയാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഏറ്റവും നല്ലത് കളർ വോയിസ് ആണ്. പിന്നെ iOSന്റെ കോപ്പി ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് കളർ വോയിസിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഫോൺസ് ആണ്. അതായത് റിയൽമി ഫോൺസ് നോക്കുകയാണെങ്കിൽ ആ ഒരു ലിക്വിഡ് ഗ്ലാസ് കംപ്ലീറ്റ്ലി കോപ്പി അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഹോം സ്ക്രീനിൽ ഡോക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ അതുപോലത്തെ കുറെ കോപ്പി അടികളൊക്കെ റിയൽമി ഫോൺസിൽ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഡൈനാമിക് ഐലൻഡ് ഈ പറഞ്ഞ എല്ലാ UI-ലും കിട്ടും. ഒറിജിൻ OSലായാലും കളർ OSലായാലും എല്ലാ UI-ലും ഡൈനാമിക് ഐലൻഡ് ഒക്കെ കിട്ടുന്നുണ്ട്. ഓരോന്നിനും ഓരോ പേരാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഒറിജിൻ OSൽ നോക്കുകയാണെങ്കിലും ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ട്. ആ ഒരു ക്വിക്ക് ടോഗിൾസിന്റെ ഒക്കെ ആനിമേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻസ്പിറേഷൻ തന്നെയാണ്. മാത്രമല്ല ആ ഒരു ഡൈനാമിക് ഐലൻഡും ലിക്വിഡ് ഗ്ലാസിന്റെ ഒക്കെ എലമെന്റ്സ് ചേർത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒറിജിൻ OS നോക്കുകയാണെങ്കിൽ വിവോന്റേതായിട്ടുള്ള കുറെ ഫ്ലെയറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്യുവർ കോപ്പി ആയിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ വിവോ ഫോൺസിൽ ഈ ഒരു ഡൈനാമിക് ഐലൻഡ് കോപ്പി അടിച്ചെങ്കിലും നമുക്ക് ഏതെങ്കിലും ഫോട്ടോ ഒക്കെ സെലക്ട് ചെയ്ത് ഇതിന്റെ ഡൈനാമിക് ഐലൻഡിൽ കൂടെ നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും ആപ്ലിക്കേഷനിലൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് വെരി ഗുഡ്. ഇത്രയും കിട്ടുന്ന ഫീച്ചർ എല്ലാ ഫോണും കോപ്പി അടിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് എല്ലാ ബ്രാൻഡ്സും ഇതിൽ നിന്ന് എന്തെങ്കിലും ഇൻസ്പിറേഷൻ എടുക്കുക. കാരണം കിടിലം ഫീച്ചറാണ്, മാത്രമല്ല അതിന്റെ ആനിമേഷൻസ് സൂപ്പറാണ്. സോ ഫൈനലി എനിക്ക് ഇതേ പറയാനുള്ളൂ, വിവോ IQ ഫോൺസിന്റെ ഒറിജിൻ OS അത്യാവശ്യം നല്ല സ്മൂത്ത് ആണ്, ഫ്ലൂയിഡ് ആണ്. മാത്രമല്ല ആ ഒരു പഴയ പഴഞ്ചൻ ഫീലൊക്കെ മാറ്റി നല്ല മോഡേൺ എക്സ്പീരിയൻസ് തരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വിവോ ഫോണാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്ത്നെസ്സിനാണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസിനാണെങ്കിലും യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഓക്സിജൻ വോയിസ് അല്ലെങ്കിൽ കളർ വോയിസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഒറിജിൻ വോയിസ് ഒരു സ്റ്റെപ്പ് ബാക്കിലാണ്. അത്ര മാത്രമേ ഉള്ളൂ, വലിയ രീതിയിലുള്ള ഡിഫറൻസ് ഇല്ല. നിങ്ങൾ കമ്പയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നോട്ടീസും ചെയ്യാൻ പോകുന്നില്ല. അത്യാവശ്യം നല്ല ഇംപ്രൂവ്മെന്റ് ആണ് വിവോ ഫോൺസിൽ വന്നിട്ടുള്ളത്. ഫൈനലി എനിക്ക് പറയാൻ പറ്റും വിവോ ഫോൺസിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും അത്യാവശ്യം അടിപൊളി തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ OnePlus 15ന്റെ വീഡിയോ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ദിസ് ഇസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.